ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അധികം ഫേമസ് അല്ലാണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ പാൽക്കപ്പ. അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ നാട്ടിൽ പോയപ്പം നമ്മുടെ കഫേ ഉട്ടോപ്പി എന്നത് കഴിച്ചു. സംഗതി ഇഷ്ടമായതുകൊണ്ട് ഇതൊന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാൽ പിന്നെ നമുക്ക് അടുത്ത തവണ പാൽക്കപ്പ ഉണ്ടാക്കിയാലോ എന്നൊരു ചോദ്യം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നുള്ള രീതിയിൽ ഞാൻ അപ്പം തന്നെ എന്നാൽ പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കപ്പ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല വെണ്ണ പോലെ വേവിച്ചെടുക്കണം. ഇനി സംഗതി ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർക്കുക. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. പിന്നെ കപ്പ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മുടെ പേരിലെ താരം, തേങ്ങാപ്പാലേ. നല്ല കുറുകിയ തേങ്ങാപ്പാൽ കപ്പയുടെ മേളിലോട്ടൊഴിച്ച് കടുക് വറുത്തെടുക്കുക. നല്ലെന്നാന്തരം ബീഫ് കറിയും കൂട്ടി കഴിച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി.